പീസ് ബി വിത്ത് യു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 37:7. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ നേരായ വഴിയിൽ നടക്കുന്നു, ഞാൻ കുറുക്ക് വഴിയൊന്നും നോക്കുന്നില്ലല്ലോ, എന്നിട്ടും എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ലല്ലോ, ഞാൻ നേരെ വാ നേരെ പോ എന്ന രീതിയിൽ ജീവിക്കുന്നു, സത്യം മാത്രമേ പറയുന്നുള്ളൂ, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നോക്കുന്നില്ല, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ വരുന്നത്, എനിക്കെന്താണ് ഒരു ഉയർച്ച വരാത്തത്? ചിലപ്പോൾ നമ്മുടെ ചുറ്റിനും ചില മനുഷ്യരുണ്ട്, അവർ എന്ത് കാര്യവും സാധിച്ചെടുക്കും. അതുപോലെ എന്ത് കാര്യവും സാധിച്ചെടുക്കുന്നതിന് വേണ്ടി പല തെറ്റായ രീതികളിലൂടെ അവരവരുടെ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കും. പല കുരുട്ടുബുദ്ധി ഉപയോഗിക്കും. മോശമായ വഴികളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ അവർ ഇത്രയും മോശമായിട്ട് ജീവിച്ചിട്ടും അവർക്ക് ഇത്രയും ഉയർച്ചയുണ്ടല്ലോ, എന്നിട്ട് ഞാൻ ഇങ്ങനെ നേരെ പോകുന്ന രീതിയിൽ ജീവിച്ചിട്ട് എനിക്കിങ്ങനെയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം, തെറ്റായ വഴികളിലൂടെ ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. അപ്പം നമ്മളങ്ങനെ ചിന്തിക്കാനും പാടില്ല. അവർ ക്രൂക്കഡായിട്ടുള്ള വഴികളിലൂടെ അവർക്ക് ഉയർച്ച വന്നല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യരുത്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കാം. അതിന് നമ്മളെ എല്ലാവരും ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ.